ചേർത്തു പിടിച്ച് ലാലേട്ടൻ, തകർത്താടി ദിലീപേട്ടൻ. ഭയം ഭക്തി ബഹുമാനം എന്ന ദിലീപിന്റെ റോയൽ കംബാക്ക്, രാജകീയമായ തിരിച്ചുവരവ് തിയേറ്ററുകൾ ആഘോഷിക്കുകയാണ്. വലിയ വിജയത്തിലേക്കാണ് പോകുന്നത്. ആ സിനിമയെക്കുറിച്ച് ഒരു റിവ്യൂയും ആ സിനിമയുടെ ഉള്ളിലുള്ള പവർ പ്ലേയുമാണ് യഥാർത്ഥത്തിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സിനിമയുടേതായ കുറെ മെച്ചങ്ങളുണ്ട്, എന്നാൽ കുറച്ച് പോരായ്മകളും കൂടെയുണ്ട്. അതായത് കഥയുടെ ത്രെഡ് രസമുള്ളതാണ്, പക്ഷേ സ്ക്രിപ്റ്റിന് ലോജിക് ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നോ ലോജിക് ഒൺലി മാഡ്നസ് എന്ന് എഴുതി കാണിക്കുന്ന കൂടെയുണ്ട്. ചില കാര്യങ്ങളിൽ കുറെ കൂടെ കൺവിൻസിങ് ആകായിരുന്നു. ആ തിരക്കഥ അടക്കമുള്ള കാര്യങ്ങൾ കുറെ കൂടെ കൺവിൻസിങ് ആകായിരുന്നു. പക്ഷെ ഓവറോൾ ഒരു രസമുണ്ട്. എന്റർടൈനർ, മാസ് എന്റർടൈനർ എന്നുള്ളതാണ്. ഒരു നായിക കൂടി ആകാമായിരുന്നു, പക്ഷെ നായിക പലപ്പോഴും വെച്ചിട്ടില്ല. ഒരു പക്ഷേ ഒരു മാസ് ബോയ്സ് ക്ലബ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു പവർ പ്ലേ കാണിക്കാൻ വേണ്ടിയായിരിക്കും. ശ്രീ മോഹൻലാൽ, ഗോകുലം ഗോപാലൻ, തമിഴ് നടൻ സൂര്യ, അതായത് പഴയ സൂര്യ, നമ്മുടെ മറ്റേ കാക്ക സൂര്യ അല്ല, മറ്റേ സൂര്യ അടക്കം വളരെ പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ഉണ്ട്. വിനീത് ശ്രീനിവാസൻ നമുക്കെല്ലാം അറിയാം. ശ്രീ ദിലീപ് തന്റെ നിരപരാധിത്വത്തെ കുറിച്ച് പറയേണ്ട പല കാര്യങ്ങളും വളരെ ഇൻഡയറക്റ്റ് ആയി ഇതിലൂടെ കൗതുകത്തോടെ കൂടി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയം, കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നൊക്കെയുള്ള മണിയമ്പിള്ള രാജുവിന്റെ കാര്യം, മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടു പോകുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. സസ്പെൻസ് ഒന്നും അല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നിങ്ങളെല്ലാം കാണണം, രസമുള്ള എന്റർടൈൻമെന്റ് ആണ് ഈ കാര്യം. മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടു പോകുന്നു. ആ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ ബൈജു ആണ്. രസകരമായ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ ഒന്ന് രണ്ട് എന്താ പറയുക, യൂഷ്വൽ ഫോർമുലകൾ എന്നതിനേക്കാൾ കൂടുതൽ മാസ് ആക്കാൻ നോക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മലയാളം സംസാരിക്കുന്ന തെലുങ്ക് പടം എന്നൊക്കെ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന പഴയ തെലുങ്ക് തമിഴ് മാസ് പടങ്ങൾ എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ശ്രീ ദിലീപിന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്, വളരെ നന്നായി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ലാലേട്ടനോട് ദിലീപിനോടുള്ള ആരാധനയടക്കം വളരെ കൃത്യമായി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സിനിമയിൽ പല ശാക്തിക ചേരികളുണ്ട്, അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ്സ് ഭയങ്കരമായിട്ടുണ്ട്. ശ്രീ ദിലീപ് ആയിരുന്നു കേരള മൂവി ഇൻഡസ്ട്രി ഭരിച്ചിരുന്നതിൽ ഏറ്റവും ശക്തൻ. കാര്യം മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ മറ്റൊരു ലെവലാണ്. മോഹൻലാൽ, മമ്മൂട്ടി, ശ്രീ സുരേഷ് ഗോപി ഇവരടങ്ങുന്ന ഈ ടോപ്പ് ലെവൽ അൺക്വസ്റ്റനബിൾ ആണ്. അപ്പം ഇവർക്ക് താഴെയുള്ളവർ തമ്മിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയും മറ്റും ഒക്കെ ഉള്ളത്. ശ്രീ ദിലീപ് അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എന്താ പറയണേ, ഒരു ശാക്തിക ചേരിയാണ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ പവർ സെന്റർ ആണ് എന്ന് നമുക്ക് പറയാം. ഇനി പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ വാക്കാന്ന് പറയാം, അങ്ങനെയല്ല, പവർ സെന്റർ ആണ് ശ്രീ ദിലീപ്. അതേപോലെ ശ്രീ പൃഥ്വിരാജ്, ഇതേപോലെ പൃഥ്വിരാജ് നമ്മുടെ കുറച്ചുകൂടെ ശ്രീ ദിലീപിന് ശേഷമുള്ള ന്യൂ ജനറേഷനുള്ള ശ്രീ പൃഥ്വിരാജ്, ശ്രീ ആസിഫ് അലി, ഇവരെല്ലാം അവരുടേതായ ഒരു വളരെ ശക്തമായ ഒരു പവർ സെന്റർ ആണ്. അപ്പൊ അങ്ങനെ പല ഇതുകൊണ്ട് ഇതിൽ മോഹൻലാലാണ് പ്രധാനപ്പെട്ട ടിൽറ്റിംഗ് ഫാക്ടേഴ്സിലൊന്നും. കാര്യം മോഹൻലാലാണ് പലതിന്റെയും സെന്റർ. ഇപ്പൊ ലൂസിഫറിൽ വന്നപ്പോൾ നമ്മുടെ തീവ്ര ഹിന്ദുത്വവാദികൾ ലാലേട്ടനെ ഹലാലേട്ടൻ അടക്കമുള്ള പല കാര്യങ്ങളും വിളിച്ചു. പക്ഷെ മോഹൻലാൽ എന്ന മഹാപർവ്വതത്തെ ഒരു കാരണവശാലും ഒഫൻഡ് ചെയ്യാൻ കഴിയില്ല, വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിനുശേഷം ദാദാ ഫാൽക്കെ അവാർഡ് അടക്കം നമ്മുടെ നരേന്ദ്രമോദിജി അടക്കമുള്ളവർ കൊടുത്തത്. അപ്പൊ സിനിമ അങ്ങനെ പല പവർ സെന്റേഴ്സും ഉണ്ട്. എമ്പുരാനില് അതിശക്തമായ രീതിയിൽ ദിലീപ് അടക്കം ശ്രീ പൃഥ്വിരാജ് അടക്കം വേട്ടയാടപ്പെടുകയും മറ്റുമൊക്കെ ഉണ്ടായി. അപ്പൊ ഈ പവർ സെന്റേഴ്സ് എല്ലാ കാലത്തും സിനിമയിലുണ്ട്. പക്ഷെ ഭബ്ബയിൽ മോഹൻലാലിനെ ചേർത്ത് നിർത്തി മോഹൻലാൽ ദിലീപിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന മെസ്സേജ് കൃത്യമായി കൊടുത്തുകൊണ്ട് തന്നെ അത് മുമ്പോട്ട് പോയിട്ടുണ്ട്. ശ്രീ ഗോകുലം ഗോപാൽ ഏറ്റവും പ്രമുഖനായ പ്രൊഡ്യൂസറാണ്. ശ്രീ ഗോകുലം ഗോപാലിനടക്കമുള്ളവർ ശക്തമായി ദിലീപിനോടൊപ്പം നിൽക്കുന്നു എന്ന മെസ്സേജ് ഇതിലൂടെ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ന്യൂ ജനറേഷനിലെ ശ്രീ വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവർ, വിനീത് ശ്രീനിവാസനെ നിവിൻ പോളിയൊക്കെ ആദ്യകാലത്ത് ഏറ്റവും ഹെൽപ്പ് ചെയ്തത് ശ്രീ ദിലീപാണ്, അവരുടെ മലർവാടി ആർട്സ് ക്ലബ് അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ശ്രീ വിനീത് ശ്രീനിവാസൻ അടക്കം അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയിലേക്ക് ദിലീപിന്റെ റോയൽ കംബാക്ക്, പഴയ രാജകീയ പദവിയിലേക്ക്, അല്ലെങ്കിൽ കിങ് മേക്കറായും കിങ് ആയും ശ്രീ ദിലീപിന്റെ കംബാക്ക് ആണ് ഈ സിനിമ. ടെക്നിക്കൽ പെർഫെക്ഷനിലൊക്കെ ചില കാര്യങ്ങൾ, ഇപ്പം ബോംബ് പൊട്ടിത്തെറിക്കുന്ന സീനും കാര്യങ്ങളും ഒക്കെ കുറെ കൂടെ നന്നാക്കായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സംശയമൊന്നുമില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് സാമൂഹിക പ്രസക്തിയാണ് കൂടുതലുള്ളതെന്ന് നമുക്കെല്ലാം അറിയാം. കാര്യം ആ സാമൂഹിക പ്രസക്തി എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു എല്ലാവരും നോക്കിയത്. മാസായി ആ അഴിഞ്ഞാട്ടം തുടങ്ങിയ പാട്ടുകൾ പോലും അതിൻ്റെതായ ഒരു പവർ ഡൈനാമിക്സ് ഉണ്ട്. ആ ശാക്തിക ചേരിയിൽ ദിലീപ് അതിശക്തമായി ദിലീപേട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു. ശ്രീ ദിലീപിന്റെ കംബാക്ക് ആണ് എന്ന് പ്രൗഢഗംഭീരമായി പറയാം. മലയാള സിനിമ ഇനിയും ഒരുപാട് കാലം ശ്രീ ദിലീപിന്റെ കോൺട്രിബ്യൂഷൻ കിട്ടട്ടെ. ദിലീപ് മാത്രമല്ല, എനിക്ക് പൃഥ്വിരാജിനെ വലിയ ഇഷ്ടമാണ്. ഞാൻ ലൂസിഫറിനെ അടക്കം അദ്ദേഹത്തിന്റെ നിലപാടുകളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. എല്ലാവരും ഉണ്ടാകട്ടെ, അതല്ലേ നന്മ. ആരെങ്കിലും നശിച്ചു പോകുന്നതിന് എന്താണ് നന്മ?
അതുകൊണ്ട് ശ്രീ ദിലീപ് അതിശക്തമായി തിരിച്ചു വരട്ടെ. ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം ശ്രീ ദിലീപ് നിരപരാധിയായിരുന്നു. അദ്ദേഹം 85 ദിവസം ജയിലിൽ കിടന്നതാണ്. ഒരു കുറ്റവും ചെയ്യാതെ ദിലീപിനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണ്. അത് കോടതി വിധിയോടുകൂടി തെളിഞ്ഞിരിക്കുന്നു. ആ ദിലീപ് ശക്തമായി തിരിച്ചു വരട്ടെ. മലയാള സിനിമ ഭരിക്കട്ടെ. ആ ഭരിക്കാനുള്ള തിരിച്ചുവരവിന്റെ അല്ലെങ്കിൽ മലയാള സിനിമയിൽ അതിശക്തമായ സ്ഥാനം ഉണ്ടാകട്ടെ എന്ന അർത്ഥത്തിലാണ് ഭരിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ, വേറെ അർത്ഥത്തിലല്ല. മലയാള സിനിമയിൽ ശ്രീ ദിലീപ് എന്ന് പറയുന്ന അതികായന് അതിശക്തമായ രീതിയിൽ സ്വാധീനം ഉണ്ടാകട്ടെ. ദിലീപേട്ടൻ അങ്ങനെ തിരിച്ചു വരട്ടെ. ദിലീപേട്ടനെ ഇത്രയും വർഷം കള്ളക്കേസിൽ വേട്ടയാടിയതിന് അദ്ദേഹത്തിന് പൊതുജനങ്ങൾ കൊടുക്കുന്ന ജനസമ്മതിയാണ് ഭബ്ബയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെതിരെ ഒരുപാട് പേര് പലതും പറയായിരിക്കും. പക്ഷേ ലാലേട്ടൻ അടക്കം, ഗോകുലം ഗോപാലനടക്കം, മലയാള അല്ലെങ്കിൽ ന്യൂജനിലെ നമ്മുടെ ധ്യാനും വിനീതും അടക്കമുള്ള ആൾക്കാർ അതിശക്തമായി കൂടെ നിൽക്കുന്നത് വളരെ പോസിറ്റീവാണ്. കൂടുതൽ ശക്തിയോടെ കംബാക്ക് ദിലീപേട്ട. കണ്ടിട്ട് വളരെ സന്തോഷമായി. ഞാനും വൈഫും മക്കളും ഒക്കെ ഇന്നലെ പോയ സിനിമ കണ്ടിരുന്നു. വളരെ പോസിറ്റീവാണ്. അപ്പം ബബ്ബ എല്ലാവരും കാണുക. ആ കാണുന്നത് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, ദിലീപേട്ടൻ എന്ന വേട്ടയാടപ്പെട്ട വ്യക്തിയോടുള്ള ഒരു ഐക്യദാർഢ്യം കൂടിയാണ്. കംബാക്ക് സ്ട്രോങ് ദിലീപ്. ഗോഡ് ബ്ലെസ്.